കഴിഞ്ഞ ദിവസം സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ മോദി സർക്കാരിന്റെ വാദങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തെന്ന വാർത്തകൾ സ്ഥിരീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതോടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെയും ആക്രമണം കടുപ്പിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. മോദി സർക്കാർ ശതകോടികൾ കൊടുത്ത് ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റഫേൽ വിമാനങ്ങൾ തകർന്നത് ഉൾപ്പെടെ രാജ്യത്തിന് എന്തുമാത്രം നഷ്ടമുണ്ടായെന്ന ചോദ്യങ്ങളുമായി ഒരിക്കൽ കൂടി ആക്രമണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഈ സാഹചര്യത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച റഫേൽ വിമാന ഇടപാടിനെക്കുറിച്ചും വിമാനം തകർന്നതുമൂലം ഇന്ത്യക്ക് ഉണ്ടാകാനിടയുള്ള സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ചും വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആദ്യം വിവാദമായ റഫേൽ കരാറിനെ കുറിച്ച് പറയാം. ചൈന, പാകിസ്ഥാൻ എന്നിങ്ങനെ അതിർത്തിയുടെ രണ്ട് ഭാഗത്തു നിന്നും ഭീഷണി ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങൾ മാറ്റി പുതിയത് കൊണ്ടുവരണമെന്ന സൈന്യത്തിന്റെ ആവശ്യം ശക്തമായിരുന്നു. അങ്ങനെയാണ് മീഡിയം മൾട്ടി റോൾ കമ്പാക്ട് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിക്കുന്നത്. F-60, MiG-35 തുടങ്ങിയവയെല്ലാമായിരുന്നു ആദ്യം ചർച്ചയിലുണ്ടായിരുന്നത്. ഒടുവിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ മിറാഷ് 2000 വികസിപ്പിച്ച ഫ്രഞ്ച് പ്രതിരോധ കമ്പനി ഡസോൾട്ട് ഏവിയേഷനിലേക്ക് തന്നെ വീണ്ടും എത്തുന്നത്. അവസാനം ഡസോൾട്ടിൽ നിന്ന് 126 റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ ധാരണയായി. 18 വിമാനങ്ങൾ പൂർണ്ണ സജ്ജമായി ഡസോൾട്ടിൽ നിന്ന് നേരിട്ട് എത്തിക്കും. ബാക്കിയുള്ള 108 എണ്ണം പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL നിർമ്മിക്കുക. അതിനുവേണ്ട സാങ്കേതിക വിദ്യ ഡസോൾട്ട് കൈമാറുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്ന കരാർ. എന്നാൽ പെട്ടെന്നൊരു ദിവസം റിലയൻസ് കമ്പനി ചിത്രത്തിൽ വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ പോയി തിരിച്ചു വന്നതോടെയായിരുന്നു കാര്യങ്ങൾ മാറി മറിഞ്ഞത്. HALനെ ഒഴിവാക്കി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രം രൂപീകരിച്ച അനിൽ അംബാനിയുടെ റിലയൻസ് ഡിഫൻസ് എന്ന പ്രതിരോധ കമ്പനി കരാറിൽ പങ്കാളിയാവുകയായിരുന്നു. മാത്രവുമല്ല, മോദിയുടെ ആ ഫ്രഞ്ച് യാത്രയിൽ അനിൽ അംബാനിയും ഒപ്പമുണ്ടായിരുന്നുവെന്നും ആരോപണമുയർന്നിരുന്നു. സുപ്രധാന പ്രതിരോധ കരാറിൽ ഒപ്പിടാൻ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ പോലും പോയില്ലെന്ന് ഓർക്കണം. ആദ്യ കരാറിൽ ഒരു വിമാനത്തിന് 715 കോടി രൂപയായിരുന്നു വിലയിട്ടിരുന്നത്. അംബാനി ഗ്രൂപ്പ് എത്തിയതോടെ പുതിയ കരാറിൽ ഒരു വിമാനത്തിന് 1600 കോടി രൂപയായി വില. 126 വിമാനം വാങ്ങാൻ തീരുമാനിച്ചിരുന്നത് 36 എണ്ണത്തിലേക്ക് കുത്തനെ കുറയ്ക്കുകയും ചെയ്തു. കരാറുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയർത്തി. പൊതുമേഖലാ സ്ഥാപനത്തെ മാറ്റി ഇന്ത്യക്കാരനെ മോദി കരാറിൽ തിരികെ കയറ്റി. ആദ്യത്തെ ഇടപാടിനേക്കാൾ പൊതുഖജനാവിന് 900 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാക്കി തുടങ്ങിയ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും കേന്ദ്രം ആദ്യം അതിനൊന്നും കേട്ട ഭാവം പോലും നടിച്ചില്ല. പിന്നീട് മനോഹർ പരീക്കറും ധനമന്ത്രി നിർമ്മല സീതാരാമനുമെല്ലാം ന്യായീകരണവുമായി രംഗത്തെത്തി. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് കരാർ ഉണ്ടാക്കിയതെന്നും നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നും ഇവർ അവകാശപ്പെട്ടു. എന്നാൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടാണ് അംബാനി ഗ്രൂപ്പിനെ കരാറിന്റെ ഭാഗമാക്കിയതെന്ന് അന്ന് ഫ്രഞ്ച് പ്രസിഡന്റായിരുന്ന ഫ്രാൻസിയ ഹൊലാൻഡ് പിന്നീട് വെളിപ്പെടുത്തിയത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നിരത്തി ഫ്രഞ്ച് മാധ്യമ സ്ഥാപനമായ മീഡിയ പാർട്ടും വാർത്താ പരാമർശങ്ങൾ പുറത്തുവിട്ടിരുന്നു. കരാറുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ കോടതിക്ക് മുന്നിലുമെത്തി. എന്നാൽ കരാറിൽ ക്രമക്കേടുകൾ കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഹർജികൾ തള്ളുകയായിരുന്നു ചെയ്തത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രതിരോധ കരാറുകൾ പരിശോധിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ എല്ലാ വിവാദങ്ങളും അവസാനിപ്പിച്ച് 2020 ജൂലൈ 29 ആദ്യ ബാച്ച് റഫേൽ വിമാനങ്ങൾ ഇന്ത്യയിൽ പറന്നിറങ്ങുകയും ചെയ്തു. ഇനി പുതിയ വിവാദത്തിലേക്ക് വരാം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. അതിൽ റഫേൽ വിമാനങ്ങളുമുണ്ടെന്ന് പ്രചാരണം വന്നിരുന്നു. ചൈന നൽകിയ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ റഫേൽ വിമാനങ്ങൾ തകർത്തതെന്ന് റോയിട്ടേഴ്സും CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങളായിരുന്നുവെന്നും തള്ളുകയായിരുന്നു കേന്ദ്രം. ഇതിനിടെ വെടിനിർത്തലിനു പിന്നാലെ സേനാ മേധാവിമാർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ വിഷയം ഉയർത്തി. വാർത്ത നിഷേധിക്കാൻ അവർ തയ്യാറായില്ല. യുദ്ധമാകുമ്പോൾ രണ്ടു ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു വിശദീകരണം. പിന്നാലെയാണ് സേനാ മേധാവിമാരുടെ വെളിപ്പെടുത്തലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ വാർത്തകളും ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധി കേന്ദ്രത്തിനെതിരെ ആക്രമണം കടുപ്പിച്ചത്. എത്ര റഫേൽ വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തെന്ന് മോദി രാജ്യത്തോട് വ്യക്തമാക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. രാഹുൽ പാകിസ്ഥാന്റെ മെഗാഫോണായി പ്രവർത്തിക്കുകയാണെന്നായിരുന്നു
സംഘപരിവാറിന്റെ അതിനോടുള്ള പ്രതികരണം. ഇപ്പോഴിതാ രാഹുൽ കൂടി ഉയർത്തിയ ചോദ്യങ്ങളിൽ വ്യക്തത നൽകിയിരിക്കുകയാണ് സംയുക്ത സേനാ മേധാവി ജനറൽ. ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തെന്ന വാർത്തകൾ ബ്ലൂംബെർഗ് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ സേനാ മേധാവിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: വിമാനങ്ങൾ തകർന്നതല്ല, എങ്ങനെ തകർന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് എന്തെല്ലാം പിഴവുകൾ സംഭവിച്ചു എന്നതാണ് പ്രധാനം. എണ്ണം അത്ര പ്രധാനമല്ല. നമ്മൾ ചെയ്ത തന്ത്രപരമായ പിഴവുകൾ തിരിച്ചറിഞ്ഞ് തിരുത്താനും പരിഹാരം കാണാനുമായി എന്നതാണ് ഇതിനിടയിൽ സംഭവിച്ച നല്ല കാര്യം. ഇങ്ങനെയായിരുന്നു അനിൽ ചൗഹാന്റെ വിശദീകരണം. അതേസമയം 6 വിമാനങ്ങൾ തകർത്തെന്ന പാക് വാദം അദ്ദേഹം തള്ളിയിട്ടുണ്ട്. എന്നാൽ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വ്യക്തമാക്കാൻ സേനാ മേധാവി കൂട്ടാക്കിയില്ല. പാകിസ്ഥാനിൽ 300 കിലോമീറ്റർ ദൂരത്തിൽ വരെ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് ആയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് ജനറൽ അനിൽ ചൗഹാൻ. സൈനിക മേധാവിയുടെ തന്നെ സ്ഥിരീകരണം വന്നതോടെ കേന്ദ്രത്തിന്റെ പ്രതിരോധവും ന്യായീകരണവുമെല്ലാം പൊളിയുകയാണ്. തകർന്ന റഫേലുകളുടെ രൂപത്തിൽ രാജ്യത്തിന് ശതകോടികളുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഔദ്യോഗികമായ വിശദീകരണം വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ശക്തമായ പ്രതിരോധ നടപടികൾ അനിവാര്യമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.